ഇപ്പം കർത്താവിൻ്റെ വചനം പ്രസംഗിക്കേണ്ടവനാണ് ഒരു വൈദികൻ. അതിന് സമയമോ സൗകര്യങ്ങളോ ഒന്നും നോക്കേണ്ടതില്ല. എപ്പോഴും പ്രസംഗിക്കാൻ തയ്യാറാകണം. പൗലോസ് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ എവഞ്ചേലി ഗൗദിയം, സുവിശേഷത്തിൻ്റെ ആനന്ദം എന്ന് പറയുന്ന അപ്പസ്തോലിക പ്രബോധനത്തിലെ ഒരു ചാപ്റ്റർ മുഴുവൻ വചന പ്രഘോഷത്തെ പറ്റിയാണ് പറയുന്നത്. വചനം പ്രഘോഷിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. നന്നായി ഒരുങ്ങി നല്ല വേർപ്പൊഴുക്കി പ്രസവവേദന ശരിക്കും അനുഭവിച്ചാലേ നന്നായി വചനം പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരുങ്ങണം. നമ്മൾ ഇപ്പോൾ ഒരുങ്ങേണ്ടതുണ്ട്, അതിൽ പറ്റത്തില്ല. അപ്പോൾ വചനം പ്രസംഗിക്കണം. ഇന്ന് കാലഘട്ടങ്ങൾ മാറി, പണ്ടത്തെ പോലെ ഇന്നല്ല. ക്രിസ്മസ് കരോൾ പോലും നടത്താൻ നമ്മുടെ സ്വന്തം ഭാരതത്തിൽ നമുക്കിപ്പോൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുകൊണ്ട് വരിക. പത്രത്തിൽ വായിക്കുന്നുണ്ടല്ലോ. ഇന്നത്തെ ദീപ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, ഒരു പാസ്റ്ററേയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ജയിലിൽ പിടിച്ചിട്ട കാര്യം പറഞ്ഞുകൊണ്ട്. ഇന്നലെ ഒരു വീഡിയോ ക്ലിപ്പ് ഇറങ്ങി, ഞാനും അത് കാണുകയുണ്ടായി. അത് നമ്മുടെ പാണങ്ങാടൻ പിതാവിൻ്റെ ഒരു പ്രസംഗത്തിനിടയ്ക്ക് വന്നാണ്. ഏതോ ഒരു സ്ഥലത്ത് ഒരു ബംഗ്ലാദേശുകാരൻ ഇന്ത്യയിൽ വന്ന് ഇവിടുത്തെ ഹിന്ദുവായി തീർന്നിട്ട്, മുസ്ലിം ആയിരുന്നു, ഹിന്ദുവായി തീർന്നിട്ട് അവനൊരു ദേവാലയത്തെ കടന്നു ചെന്ന് അവിടുത്തെ ആ പാസ്റ്ററെ ഉപദ്രവിച്ചില്ല, എന്നാലും മോശമായ രീതിയിൽ പെരുമാറുന്നത്. വചനം പ്രസംഗിക്കേണ്ട പുൾപിറ്റിൻ്റെ അവിടെ കയറി നിന്നുകൊണ്ട് ഭീഷണിയുടെ സ്വരം പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ വടക്കേ ഇന്ത്യയിലൊക്കെ ജോലി ചെയ്യുന്ന നമ്മുടെ ആത്മായ സഹോദരങ്ങൾ, നമ്മുടെ സിസ്റ്റർമാർ, നമ്മുടെ അച്ഛന്മാർ ഭീതിയൊന്നുമില്ല, ജീവൻ അർപ്പിക്കാൻ തയ്യാറായിക്കൊണ്ടാണല്ലോ ജോലി ചെയ്യുന്നത്. എന്നാലും പഴയതുപോലെയൊന്നും അല്ല കാലഘട്ടങ്ങൾ, അത് ഓർക്കേണ്ടത്. അപ്പോൾ ഇന്ന് വചനം പ്രസംഗിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാം. എന്ത് ബുദ്ധിമുട്ട് വന്നാലും, ജീവൻ വില കൊടുക്കേണ്ടി വന്നാലും കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുക. അതാണ് വൈദികൻ്റെ ഒന്നാമത്തെ കടമ. പൗലോസ് പറയും, നീ വചനം പ്രസംഗിക്കുക, സമയത്തും അസമയത്തും ജാഗരൂകതയോടെ വർത്തിക്കുക, നീ മനുഷ്യനെ പഠിപ്പിക്കുക, ശാസിക്കുക, തെറ്റിദ്ധരുത്തുക, ഇതൊക്കെ പറയുന്നുണ്ട്. വചനം പ്രസംഗിക്കുന്നില്ലെങ്കിൽ നിനക്ക് ആ ദുരിതം എന്ന പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വചനത്തിൽ പ്രസംഗിക്കുന്നത് ഒഴിയാൻ പറ്റുകയില്ല. രണ്ടാമത്തെ കടമ എന്താണ്? കൂദാശകളുടെ പരികർമ്മമാണ്. ദൈവിക രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുക എന്നുള്ളതാണ് ഒരു വൈദികൻ്റെ കടമ. കൂദാശ അനുകരണങ്ങൾ, മറ്റ് ഭക്തകൃത്യങ്ങൾ, അതൊക്കെ അനുഷ്ഠിക്കാൻ നേതൃത്വം കൊടുക്കുക ചെയ്യേണ്ട വ്യക്തിയാണ്. നമ്മൾ യോഹന്നാൻ സുവിശേഷം വായിക്കുമ്പോൾ 17-ാം അധ്യായത്തിൽ ഈശോ തന്നെ പിതാവിനോട് പ്രാർത്ഥിക്കും, പിതാവേ എന്നെ മഹത്വപ്പെടുത്തണം, എന്നെ വിശുദ്ധീകരിക്കണം, നീ എന്നെ വിശുദ്ധീകരിക്കണം, ഞാൻ മറ്റുള്ളവരെ വിശുദ്ധീകരിക്കാൻ വേണ്ടി. കർത്താവിൻ്റെ വാക്കുകളാണ്. പുരോഹിതനും അതാ ചെയ്യേണ്ടത്. സ്വയം വിശുദ്ധീകരിച്ചുകൊണ്ട് മറ്റുള്ളവരെ വിശുദ്ധീകരിക്കേണ്ടവനാണ് ഒരു പുരോഹിതൻ. ബലി ഇന്നിപ്പോൾ ബോവിനച്ഛൻ ആദ്യത്തെ ബലി അർപ്പിക്കുകയാണ്. നമ്മൾ പറയും ആദ്യത്തെ ബലിയും അവസാനത്തെ ബലിയും ഓരോ ദിവസം അർപ്പിക്കുന്ന ബലിയും ഏറ്റവും ശ്രേഷ്ഠമായിട്ടാണ് അർപ്പിക്കേണ്ടത് എന്ന് പറയാറുണ്ട്. നല്ല ബലി അർപ്പിക്കുന്ന ഒരു വൈദികനെ നമ്മുടെ ആളുകൾക്ക് ഇഷ്ടമാണ്. നന്നായിട്ട് പ്രസംഗം കൂടി പറയും, സ്വല്പം പാട്ട് കൂടി ഉണ്ടെങ്കിൽ പറയാനുമില്ല. അങ്ങനെയാണ് പൊതുവിൽ. അപ്പോൾ അതൊക്കെ സാധിക്കട്ടെ എന്നാണ് ഒരുമിച്ചോട് പറയുന്നത്. കൂദാശകൾ അവസാനമായിട്ട് ഒരു വൈദികൻ ശുശ്രൂഷ ചെയ്യേണ്ടവനാണ്. വൈദികന് അധികാരം കൊടുക്കണം. നമ്മൾ പറഞ്ഞല്ലോ, രണ്ടാമത്തെ കൈവപ്രാർത്ഥനയിൽ എന്തെല്ലാം അധികാരം അവകാശമാണ് വൈദികന് കൊടുത്തിരിക്കുന്നത് എണ്ണി പറഞ്ഞ ആ കൈവപ്രാർത്ഥന നടത്തിയത്. പാപം മോചിക്കാൻ, വിവാഹം ആശീർവദിക്കാൻ, മാമോദീസ നൽകാൻ, സഭയെ പടുത്തുയർത്താൻ, ഉപദേശിക്കാൻ, മാതൃക കൊടുക്കാൻ, ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വൈദികരുടെ ആ നേതൃത്വം അദ്ദേഹം ഇടയനായിട്ട് നിയോഗിക്കപ്പെടുകയാണ്. നയിക്കാനുള്ള നേതൃത്വമാണ് അത്. കർത്താവായ ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വത്തിക്കാൻ കൗൺസിലും തുടർന്ന് പിതാക്കന്മാരൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അത് സെർവൻറ്റ് ലീഡർഷിപ്പാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെർവൻറ്റ് ലീഡർഷിപ്പ്, ദാസനടുത്ത നേതൃത്വമാണ്. ലോകത്തിൽ നമ്മൾ കാണുന്ന നേതൃത്വം അത് നേതാവാകാനുള്ള വ്യഗ്രതയും അതിനുവേണ്ടിയുള്ള പെടാപ്പാടുകളും അതിനുവേണ്ടി ചെയ്യുന്ന നല്ലതല്ലാത്ത മാർഗങ്ങളൊക്കെ നമ്മൾ ലോകത്തിൽ കാണാറുണ്ട്, നമുക്ക് എപ്പോഴും കാണും. പക്ഷേ കർത്താവായ ഈശോ പഠിപ്പിക്കുക, നീ ചെയ്യേണ്ടത് ശുശ്രൂഷയുടെ ജോലിയാണ്. പൗലോസ്യയുടെ ലേഖനം വായിക്കുമ്പോൾ ഒന്നുകിൽ ആരംഭത്തിൽ, അല്ലെങ്കിൽ അവസാനം, അല്ലെങ്കിൽ മധ്യത്തിൽ എവിടെയെങ്കിലും പൗലോസ്യ പറഞ്ഞിരിക്കും യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പസ്തോലനാകാൻ വിളിക്കപ്പെട്ടവനുമായ പൗലോസ് ദാസനാണ് എന്ന ചിന്ത. ദാസ്യത്തിലൂടെ ശുശ്രൂഷ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ